കൊച്ചി അമ്പലമുകൾ BPCL KSEB ഹൈ ടെൻഷൻ കേബിളിന് തീപിടിച്ച അപകടം. സ്ഥലത്ത് പുകയുയരുന്നതിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. 2 ജീവനക്കാർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. രൂക്ഷമായ ദുർഗന്ധം കാരണം 40-ലധികം കുടുംബങ്ങളെ പ്രദേശത്ത് നിന്ന് താൽക്കാലികമായി മാറ്റി. BPCL ഗേറ്റ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ. സ്ഥലത്ത് ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പൈസ അടയ്ക്കാതെ അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യില്ല എന്ന് ഇപ്പൊ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നു, ദേവി ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നു. ഇത് ആരോട് പറയേണ്ടത്? ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പോയത് കണ്ടില്ലേ? മോഹൻ തിരിച്ചു പോയത് കണ്ടില്ലേ? ഇരിക്കുന്ന അമ്മേനെ കണ്ടോ? ഈ ഗേറ്റിലിരിക്കുന്ന അമ്മേനെ കണ്ടോ? എത്ര തലമുറകളായി ഈ ദുരിതം അനുഭവിക്കുന്നു. ഇവിടെ കൈക്കുഞ്ഞായിട്ട് ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നുണ്ട്. തലമുറകളായിട്ട് ഈ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ ഗേറ്റിൽ നിന്ന് ഞങ്ങൾ സമരം ചെയ്ത് എത്ര തലമുറകളായി കബളിപ്പിക്കപ്പെടുന്നു. ഈ ജനങ്ങളുടെ വിഷമം ആരും കേൾക്കുന്നില്ല. നിങ്ങൾ ലൈവ് ഇടുന്നാലും നിങ്ങൾ അതൊന്നും ചെയ്യും. ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് പൈസ കൊടുക്കാൻ പറ. ഷീന മാർട്ടിനുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷീന, ഏറെ സമയമായി അപകടം നടന്നിട്ട് ഇപ്പോഴും വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ, പ്രദേശവാസികളുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ചികിത്സ നിഷേധിക്കുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. താൽക്കാലികമായെങ്കിലും ചില കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന ഈ സംസാരത്തിൽ ചർച്ചയിൽ എന്താണ് തീരുമാനമായത്? ഇപ്പോഴും പ്രതിഷേധം ഇങ്ങനെ തുടരുകയാണല്ലോ. അരുണ്യ, 4 മണിക്ക് നടന്ന അപകടമാണ്. പിന്നീട് 6 മണിക്കാണ് ഫയർഫോഴ്സ് എത്തി ഇവരെ ഇവിടെ നിന്ന്, അതായത് ശ്വാസം മുട്ട് അനുഭവിച്ചിട്ടുള്ള ആളുകളെ ഇവിടെ നിന്ന് മാറ്റാൻ തന്നെ ശ്രമിക്കുന്നത്. അത്തരത്തിൽ ഫയർഫോഴ്സിന് പോലും, ആ ഫയർഫോഴ്സിന്റെ വാഹനത്തിന് പോലും കടന്നു വരാൻ കഴിയാത്ത അത്രയും ബുദ്ധിമുട്ടിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ BPCL-നകത്തെത്തി BPCL-ന്റെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചത്. പ്രധാനമായും പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ആരോപണം എന്നത് ഇതിന് ഒരു ഗ്രീൻ വാർ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു BPCL ഒരു കമ്പനി പ്രവർത്തിക്കുമ്പോൾ വേണ്ടതായിട്ടുള്ള യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് BPCL എന്ന സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. ഈ മതിൽക്കെട്ടിനുള്ളിൽ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ ഇവരാരും മനസ്സിലാക്കുന്നില്ല. ഒരു അപകടം നടന്നാൽ പോലും പെട്ടെന്ന് ഒരാൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു അപകടം നടക്കുമ്പോൾ ഒരാളെ പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവുമുള്ളത്. നിലവിൽ ഡെപ്യൂട്ടി കളക്ടറും ബെന്നി ബെഹനാൻ MP-യും അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ പ്രദേശത്തെ ജനകീയ സമരസമിതിയുമായി ഇവർ സംസാരിച്ചു. നാളെ ഇവർ സമരസമിതിയും കളക്ടറും ചേർന്നുകൊണ്ട് ഒരു ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ്. നാളത്തെ ചർച്ചയ്ക്ക് ശേഷം ഇവരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി സ്ഥാപിക്കണം എന്നുള്ള കാര്യങ്ങളിൽ ഒക്കെ തന്നെയും ഒരു വ്യക്തത വരുത്താമെന്നാണ് ഡെപ്യൂട്ടി കളക്ടറും MP-യും അടക്കമുള്ളവർ സമരസമിതിക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളത്. പക്ഷേ അതെല്ലാം ഒരു നാടകമാണ്, ഇതെല്ലാം താൽക്കാലികമാണ് എന്നാണ് പരിസരവാസികൾ പറയുന്നത്. അതായത് കഴിഞ്ഞ 84-ലാണ് ഇത്തരത്തിൽ റിഫൈനറിക്കടുത്തുള്ള ഒരു സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഒരു അപകടം ഉണ്ടാകുന്നത്. ആ അപകടം ഉണ്ടായപ്പോഴും ഇത്തരത്തിൽ ആളുകളെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് പലതവണ പരാതികളായി പരിസരവാസികളും ജനകീയ സമരസമിതി അടക്കം കളക്ടറുടെയും മുഖ്യമന്ത്രിയുടെയും മുന്നിൽ വരെ പരാതി എത്തിച്ചിരുന്നു. പിന്നീട് അതിന് ദുരന്ത നിവാരണ അതോറിറ്റി ഇവിടെ പരിശോധന നടത്തി. ആ പരിശോധനയിൽ ഇവിടെ മനുഷ്യനെ ജീവിക്കാൻ സാധ്യമല്ല എന്നൊരു റിപ്പോർട്ടാണ് ദുരന്ത നിവാരണ അതോറിറ്റി കണ്ടെത്തിയത്. ആ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചുകൊണ്ടാണ് ഇപ്പോഴും ഈ കമ്പനി ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. അതായത് ജീവിക്കാൻ സാധ്യമല്ല, ശുദ്ധമായ വായു ഇവർക്കിവിടെ ഇല്ല എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം. ഇവരുടെ ഗർഭിണികളും പ്രായമായവരുമടക്കം നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു പ്രദേശമാണിത്. ഇതിനകത്തുള്ള തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ പോലും റിഫൈനറിയുടേതായ BPCL ഉദ്യോഗസ്ഥരുടേതായ സ്കൂളുകളെല്ലാം ഇവരിവിടെ നിന്ന് മാറ്റി. BPCL അധികൃതർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളും ജീവനക്കാർ ഇവിടെ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ ജീവിക്കാൻ യോഗ്യമല്ല എന്നുള്ളത് കണ്ടതുകൊണ്ട് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. അതായത് BPCL ജീവനക്കാരുടെ സംരക്ഷണം, അല്ലെങ്കിൽ ആ ജീവനക്കാരുടെ സംരക്ഷണം മാത്രമാണ് ഇവർ നോക്കുന്നത്. ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഷ്ടപ്പാട് കാണുന്നില്ല എന്നുള്ളൊരു ആരോപണം തന്നെയാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ചർച്ച ഇപ്പോഴും അവർ പുരോഗമിക്കുകയാണ്. ബെന്നി ബെഹനാൻ MP സ്ഥലത്ത് എത്തിയിട്ടുണ്ട്.
ഇവരെ താൽക്കാലികമായി ചോറ്റാനിക്കരയിലുള്ള ഇന്ദ്രപ്രസ്ഥം ഹോട്ടലിലേക്ക് മാറ്റാമെന്നാണ് പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. പക്ഷേ പ്രദേശവാസികൾ ആ ഉറപ്പിൽ വിശ്വസിക്കുന്നില്ല. അതായത് താൽക്കാലികമായി മാത്രമുള്ള ഒരു മാറ്റമാണത്. അതല്ലാതെ സ്ഥിരമായി ഇവർക്ക് വേണ്ടത് സ്ഥിരമായി ജീവിക്കുന്നതിനുള്ള, ഇവരിവിടെ ജീവിച്ചു വന്ന നാട്ടിൽ സ്ഥിരമായി ജീവിക്കുന്നതിനുള്ള ഒരു കാര്യം കൂടി മാത്രമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിനൊരു തീരുമാനമുണ്ടാക്കാൻ ഇതുവരെയായിട്ടും ഒരു ചർച്ചകൾക്കും സാധിച്ചിട്ടില്ല. ചർച്ചകൾ മാത്രമേ നടത്തുന്നുള്ളൂ. ഒരു തരത്തിലും ഇവരിൽ ഒരു തീരുമാനം പറയുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ചികിത്സ, ഇവിടെ പെട്ടെന്നുണ്ടായ അപകടത്തിൽ ശ്വാസം മുട്ടിൽപ്പെട്ട് 3 ആശുപത്രികളിലായാണ് ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നത്. ആ ആശുപത്രികളിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആളുകൾക്ക് ചികിത്സ നിഷേധിച്ചതായും പ്രദേശവാസികൾ പറയുന്നുണ്ട്. പിന്നീട് ബെന്നി ബെഹനാൻ MP-യും കളക്ടറും അടക്കം സ്ഥലത്തെത്തിയതിൽ പിന്നെയാണ് ഇവരുടെ ചികിത്സ കമ്പനി ഏറ്റെടുക്കുമെന്ന് പറയുന്നത്. അതായത് അത്രയും നേരം 4 മണിക്ക് നടന്ന അപകടം 6 മണിക്ക് ആളുകളെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞാണ് ഇവിടേക്ക് ഉദ്യോഗസ്ഥരെത്തുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു ചികിത്സ, ഇവർക്ക് നിഷേധിച്ച ചികിത്സ ലഭിക്കുമെന്ന് ഇവർക്ക് ഉറപ്പ് നൽകുന്നത്. അപ്പോൾ അത്രയും നേരം ഇവിടുത്തെ ആ ഒരു ചികിത്സയ്ക്ക് വൈകി എന്നുള്ളതും ഇതിൽ ശ്രദ്ധേയമാണ്. ഇവർ ഉന്നയിക്കുന്ന ആരോപണവും അക്കാര്യത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതും ശ്രദ്ധേയമാണ്. കാരണം ഒരു മരണം സംഭവിച്ചിരുന്നുവെങ്കിൽ കമ്പനി ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ആരോപണം. ഒരു തരത്തിൽ ഇത്രയും നേരം ചികിത്സ നിഷേധിച്ച സാഹചര്യത്തിൽ ഇവരുടെ ആരോപണവും ശരിയാണ് എന്ന് വേണം ധരിക്കാനായിട്ട്. എന്നിരുന്നാലും താൽക്കാലികമായി ഇവരെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാം. അതിനുശേഷം ചർച്ചയ്ക്ക് ശേഷം സ്ഥിരമായ ഒരു പരിഹാരം കണ്ടെത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ചികിത്സയിലുള്ളവരുടെ എല്ലാ ചെലവുകളും കമ്പനി ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ളവർ ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. താൽക്കാലികമായി ഇവരെ ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള വാഹനങ്ങളെല്ലാം വന്നു കൂടിയിട്ടുണ്ട്. എന്നിരുന്നാലും സ്ഥലത്ത് റിഫൈനറിയിലുണ്ടായ അപകടത്തെ തുടർന്ന് വലിയ പ്രതിഷേധത്തിലാണ് ജനങ്ങൾ. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ചികിത്സ നിഷേധിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി ഈ നാട്ടുകാരുമായി സംസാരിക്കുകയാണ്, തീരുമാനത്തിലെത്തുകയാണ്. ഷീന മാർട്ടിനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.